ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാം ഇന്ന് തൃപ്പേരുകുളങ്ങര പേരിശ്ശേരി അമ്പലത്തിൻ്റെ ഞങ്ങളുടെ പ്രോഗ്രാം. എല്ലാവരും മേളിൽ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ബാക്കി നിങ്ങൾ നമ്മളിങ്ങ അടുത്ത് ഒരുങ്ങാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ മുടിയും കൂടെ കെട്ടി ഞങ്ങൾ ഒരുങ്ങുകയും കൂടെ ചെയ്യേണ്ടതാണ്. കുറെ പേരുണ്ട് ഇവിടെ ഒരുങ്ങാൻ. ഞാനുണ്ട്. ഇവര് രണ്ടുപേരുമാണ് ഒരുങ്ങിയിട്ടുള്ളത്. അതെ, ഇവർ രണ്ടുപേരാണ് ഇത് രണ്ടുപേരും ലച്ചുമാണ്. രണ്ട് ലച്ചു ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നത്. ഇത് കല്ലു, ഇത് അമന, ഇത് മുത്ത്, ഞങ്ങളുടെ ഷൈന ഫാത്തിമ. ഇതാരായിരുന്നു? അപ്പോൾ എൻ്റെ അമ്മ പതിവില്ലാതെ ഇന്ന് ഇടത്തേക്കൈ കൊണ്ടാണ് ഇന്ന് ബ്യൂട്ടീഷ്യൻ. കണ്ടോ, ഇടത്തേക്കൈ കൊണ്ടൊക്കെ ബ്യൂട്ടീഷ്യൻ. ഇത് അമ്മനെന്താ രതീഷ്, ഞങ്ങളുടെ മിന്നു ഭയങ്കര മേക്കപ്പിലാണ്. ചിരിക്കുന്നതൊക്കെ കണ്ടു. നുണക്കുഴിയൊക്കെ ഉണ്ട്. കൊച്ചു കള്ളിയും അങ്ങനെ അളുത്തിടുകയാണ് ഗൈസ്. അളുത്തിട്ടിട്ട് എന്തെങ്കിലും വൗ ആയിട്ടുണ്ട് ഗൈസ്. ഉണങ്ങി കഴിഞ്ഞാൽ എഴുന്നേക്കാവും. അങ്ങനെ തൂത്തുമായിരിക്കോളാം. വെട്ടം അടിക്കും. ബാബുസ്വാമിയാണ് ഇന്നത്തെ അടുത്ത ആർട്ടിസ്റ്റ്. ചേച്ചി താഴെ താഴെ ഇരിപ്പുണ്ട് അവിടെ. ഹെൽപ്പർ ലച്ചു രഞ്ജിത്ത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. വീരാനും റഹ്മാനും ഉല്ലാസയാത്രയ്ക്ക് പോയി. കാട്ടിൽ കുടുങ്ങിപ്പോയ ഹാല്, അങ്ങനെ രണ്ടാൾക്കും പെട്ട ഗുലുമാല്. കാറ്റിന് പുറത്തെത്താൻ വഴിയൊന്നും കാണാതവർ ഒട്ടേറെ വിഷമിച്ചു പോയി. അന്ന് വല്ലാത്ത ഇടങ്ങേറിലായി. വീരാനും റഹ്മാനും ഉല്ലാസയാത്രയ്ക്ക് പോയി. കാട്ടിൽ കുടുങ്ങിപ്പോയ ഹാല്, അങ്ങനെ രണ്ടാൾക്കും പെട്ട ഗുലുമാല്. കുട്ടികൾക്ക് കലഹാരം പറഞ്ഞ് ലോകത്തിൽ ഏർപ്പിച്ചിട്ടുണ്ട്. അത് നൽകാനായിട്ട് മാമസംഘങ്ങളെ ക്ഷണിച്ചിട്ട് ശ്രീമതി ശ്രീദേവി നാരായണപിള്ള, ശ്രീ ചിന്തയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, ആരും പേടിക്കണ്ട, ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുന്നു. അതെ അതെ, മിന്നു വീട്ടിൽ പോവാ അല്ലേ മിന്നു? അതെ അതെ. മിന്നുവിന് പിന്നെ സൗണ്ട് ഒന്നുമില്ല ഗൈസ്, എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഓക്കെ, ബൈ. മിന്നു ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.